കഴിഞ്ഞ എപ്പിസോഡിലെ നയോക്കി കൊത്തോക്കയുടെ ലവ് ലെറ്റർ നിരസിക്കുന്നതും അവളുടെ വീടിന് ഷൂട്ടിംഗ് സ്റ്റാർ വന്നു വീഴുന്നതും അതിനെ തുടർന്ന് അവളുടെ അച്ഛന്റെ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് താമസം മാറ്റുകയും ആ ഫ്രണ്ട് മറ്റാരുമല്ല നയോക്കിയുടെ അച്ഛനായിരുന്നുമെന്നുമെല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നല്ലോ. ഇനി നമ്മുടെ രണ്ടാമത്തെ എപ്പിസോഡ് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോട് മറ്റൊരു കാര്യം പറയാം. നമ്മുടെ നടൻ നയോക്കി ഭയങ്കര ബുദ്ധിമാനാണ്. IQ 200 പക്ഷെ ആള് ലോ IQ-കാരനാണ്. അതുകൊണ്ട് തന്നെ ആൾക്ക് ഫീലിങ്സ് ഒന്നും മനസ്സിലാവില്ല. അവന് പറയുന്നത് ആർക്കെങ്കിലും വേദനിക്കുമോ ഇഷ്ടപ്പെടുമോ എന്നൊന്നും മനസ്സിലാക്കാനുള്ള കഴിവ് അവനക്കില്ല. കൊത്തോക്കോക്ക് നേരെ തിരിച്ചാണ്. IQ ഒട്ടുമില്ല, EQ ആണെങ്കിൽ ഭയങ്കര കൂടുതലുമാണ്. അതുകൊണ്ട് തന്നെ കൊത്തോക്കോ കഴിഞ്ഞ എപ്പിസോഡിൽ ഒരു തീരുമാനത്തിലെത്തി നയോക്കിയെ തോൽപ്പിക്കാമെന്ന്. അതൊരിക്കലും സാധിക്കാൻ പോകുന്നില്ല. ജപ്പാനിലെ നമ്പർ 1 ആണ് നയോക്കി. ആ ആളറ്റാണ് ഇനി അവൾ മത്സരിക്കാൻ പോകുന്നത്. അങ്ങനെ അവൾ ക്ലാസ് എത്തിയ ഉടനെ തന്നെ ഓരോ സബ്ജക്റ്റ് എടുത്തിട്ട് മാർക്ക് ചെയ്യാനും ടീച്ചേഴ്സിനോട് ഡൗട്ട് ചോദിക്കാനും തുടങ്ങും. അവരുടെ ശ്രമം കണ്ട് ഫ്രണ്ട്സുകൾ നോക്കി ചിരിക്കാൻ തുടങ്ങും. കഴിയുന്ന കാര്യം വല്ലതും ചെയ്യേ, നമുക്കൊന്നും ഇത് പറഞ്ഞിട്ടുള്ള കാര്യമല്ലെന്ന് അവർ പറഞ്ഞുകൊണ്ട് പൊട്ടിച്ചിരിക്കാൻ തുടങ്ങും. പക്ഷെ നമ്മുടെ കൊത്തോക്കോ ഒരു തീരുമാനമെടുത്താൽ അത് സക്സസ് ആവുന്നവരെ പരിശ്രമിക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ തമാശയും കളിയാക്കലൊന്നും അവൾ കാര്യമാക്കത്തേ ഇല്ല. ഞാൻ വീട്ടിലേക്ക് പോയി പഠിക്കുകയാണെന്നും പറഞ്ഞിട്ട് അവരെല്ലാം തള്ളി മാറ്റിക്കൊണ്ട് അവൾ നേരെ വീട്ടിലേക്ക് പോകും. രാത്രി എല്ലാവരും ഡിന്നർ കഴിച്ചുകൊണ്ട് നിൽക്കണം. കൊത്തോക്കോ പെട്ടെന്ന് തന്നെ ഭക്ഷണം കഴിച്ചുകൊണ്ട് മിസ്സിസ് സിരിയോട് ഞാൻ പഠിക്കാൻ പോവുകയാണെന്നും പറഞ്ഞിട്ട് അവളുടെ റൂമിൽ പോയിരുന്ന് പഠിക്കാൻ തുടങ്ങും. ടെസ്റ്റ് എല്ലാം എടുത്ത് വായിച്ചു നോക്കിയിട്ട് അവൾ തന്നെ അവളോട് പറയും, ഞാൻ എന്താണ് പഠിക്കുന്നതെന്നോ എന്താണ് എനിക്ക് അറിയാത്തത് എന്നോ പോലും എനിക്കറിയില്ലല്ലോ എന്ന്. എന്നാൽ അവൾ ആ ശ്രമം ഒഴിവാക്കില്ല. ഡിക്ഷണറി നോക്കിയിട്ട് അവൾക്ക് അറിയാത്തതെല്ലാം തപ്പിയെടുത്ത് എഴുതി നോക്കുന്ന സമയത്ത് മിസ്സിസ് സിരി അവളുടെ റൂമിലേക്ക് കയറി വരും. അവൾക്കുള്ള സ്നാക്കും കോഫിയുമായിട്ട്. മിസ്സിസ് സിരി ഭയങ്കരമായിട്ട് ഹാപ്പി ആയിരിക്കും. കാരണം അവർക്ക് ഇന്നേ വരെ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. അവരുടെ മക്കൾ രണ്ടുപേരും ഹൈ ഐക്യുള്ള ആൾക്കാരായതുകൊണ്ട് തന്നെ അവരൊരിക്കലും പഠിക്കാറില്ല എന്ന് അവളോട് പറയുകയാണ്. കൊത്തോക്കൊക്കെ ഇത് കേൾക്കുമ്പോൾ ആകെ നാണക്കേടായി തോന്നും. ഈ സമയത്ത് നയോക്കി ഉറങ്ങുകയാണെന്ന് കേട്ടപ്പോൾ അവൾക്ക് വല്ലാതെ അങ്ങ് ചമ്മലാകും. കൊത്തോക്കെ ഒന്ന് ഉഷാറാക്കാൻ വേണ്ടി മിസ്സിസ് സിരി അവളോട് പറയും, ഞാൻ നയോക്കിയുടെ ചെറുപ്പത്തിലുള്ള ഫോട്ടോസുള്ള ആൽബംസ് ഒക്കെ നിനക്ക് കാണിച്ചു തരട്ടെ എന്ന്. കൊത്തോക്കക്ക് വളരെയധികം ഇഷ്ടവും ആ ചോദ്യം. മിസ്സിസ് സിരി ഉടനെ തന്നെ അവന്റെ ഫോട്ടോസൊക്കെ ഉള്ള ആൽബംസ് എടുത്തു കൊണ്ടുവരും. അവളത് ഓരോന്നോരോന്നായി തുറന്നു നോക്കും. അവൾ ആദ്യമായിട്ട് അവനെ കണ്ട ഫോട്ടോസ് എല്ലാം കൊതിയോടൊക്കെ നോക്കുന്നത് മിസ്സിസ് സിരി ശ്രദ്ധിക്കുന്നുണ്ടാകും. അവൾ ഓരോ ഫോട്ടോയും വളരെയധികം എക്സൈറ്റഡ് ആയിട്ടായിരിക്കും നോക്കുന്നുണ്ടാവുക. മിസ്സിസ് സിരിക്ക് അപ്പോൾ തന്നെ എന്തൊക്കെയോ പന്തികേട് തോന്നും. പിന്നീട് ആൽബത്തിനിടക്ക് ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ കാണും. ഇതാരാണെന്ന് മിസ്സിസ് സിരിയോട് ചോദിക്കുമ്പോൾ മിസ്സിസ് സിരി പറയും, അത് നയോക്കി തന്നെയാണെന്ന്. എന്റെ പെൺകുട്ടികളോടുള്ള ഇഷ്ടം ഞാൻ അവനെ പെൺകുട്ടികളെ പോലെ വേഷം കെട്ടിച്ചിട്ടാണ് തീർത്തിരുന്നത്. കുഞ്ഞിലായിരുന്നപ്പോൾ ഞാൻ അവനെ അങ്ങനെ ഉടുപ്പിടിപ്പിച്ചിട്ട് ഒരുപാട് കാലം നടത്തിയിട്ടുണ്ടെന്ന് പറയും. ഇത് കാണുമ്പോൾ അവൾക്ക് വളരെയധികം കോമഡി ആയിട്ട് തോന്നും. അവളുടെ സന്തോഷത്തിന് മിസ്സിസ് സിരി അതിൽ നിന്നൊരു ഫോട്ടോ എടുത്തിട്ട് അവളുടെ കയ്യിൽ സൂക്ഷിക്കാൻ വേണ്ടി കൊടുക്കും. പിറ്റേന്ന് പതിവ് പോലെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ്. നയോക്കി അവന്റെ പത്രവുമായിട്ട് കാപ്പി കുടിക്കാൻ വേണ്ടി വരുമ്പോ കൊത്തോക്കോ അവനെ നോക്കി വല്ലാതെ അങ്ങ് ചിരിക്കുന്നുണ്ടാകും. അവൾക്ക് ആ പെൺകുട്ടിയുടെ ഫോട്ടോ ആയിരിക്കും ഓർമ്മ വരുന്നുണ്ടാവുക. അവളുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിയുന്നത് വരെ അവനെ നോക്കി ചിരിച്ചുകൊണ്ടേയിരിക്കും. ക്ലാസ്സിലെത്തിയ ഉടനെ തന്നെ ഒരു നിമിഷം പോലും പാഴാക്കാതെ പഠിക്കാൻ തുടങ്ങുകയാണ് കൊത്തോക്കോ. കൊത്തോക്കോ ഇതിൽ നിന്നും പിന്തിരിയാൻ പോകുന്നില്ല എന്ന് അവളുടെ ബെസ്റ്റീസിന് മനസ്സിലാകും. പെട്ടെന്നായിരിക്കും നയോക്കിയുടെ എൻട്രി. അവന് കൊത്തോക്കോ ഐഹാര എന്ന് ഉറക്കെ വിളിക്കും. ആ ശബ്ദം കേട്ട ഉടനെ തന്നെ പ്രസന്റ് വിളിക്കുന്ന കുട്ടിയെ പോലെ എഴുന്നേറ്റ് നിൽക്കും കൊത്തോക്കോ. സ്കൂളിലെ ഫേമസ് ആയ നയോക്കി അവരുടെ ക്ലാസ്സിലെത്തിയ ഷോക്കിലായിരിക്കും എഫിലുള്ള എല്ലാ കുട്ടികളും. നയോക്കി കൊത്തോക്കയോട് പറയും, നിന്റെ ബാഗും എടുത്തുകൊണ്ട് എന്റെ പിറകെ വാങ്ങും. ഒരു നിമിഷം പോലും വേസ്റ്റ് ചെയ്യാതെ അവൾ ഉടനെ തന്നെ അവനെ ഫോളോ ചെയ്യും. എന്തിനാണ് നയോക്കി വന്നതെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി അവളുടെ ബെസ്റ്റീസ് പിന്നാലെ പോകും. കാര്യം മറ്റൊന്നുമായിരിക്കില്ല, മിസ്സിസ് സിരി രണ്ടുപേരുടെയും ലഞ്ച് ബോക്സ് മനഃപൂർവ്വം മാറ്റി വെച്ചിട്ടുണ്ടാകും. അത് തിരിച്ചു വാങ്ങാൻ വേണ്ടി വന്നതായിരിക്കും നയോക്കി. അവരുടെ ആക്ഷൻസ് മാത്രമേ അവളുടെ ബെസ്റ്റീസിന് കാണാൻ കഴിയുന്നുണ്ടാവുള്ളൂ. പറയുന്നതൊന്നും അവർക്ക് കേൾക്കാൻ കഴിയുന്നുണ്ടാവില്ല. എന്താണ് കൊത്തോക്കയുടെ ബാഗിലേക്ക് നയോക്കി ഇട്ടതെന്നായിരിക്കും അവരിരുന്ന് ചിന്തിക്കുന്നുണ്ടാവുക. കൊത്തോക്കോ അവനോട് പറയും, നമ്മൾ രണ്ടുപേരും ഒരു വീട്ടിലായതുകൊണ്ട് ഇതൊക്കെ സാധാരണയാണ്. ഇന്ന് ലഞ്ച് ബോക്സ്, നാളെ എന്റെ കോട്ടായിരിക്കും. നിനക്കത് പുത്തിരിയല്ലല്ലോ എന്ന്. അതെന്താ എനിക്ക് അങ്ങനെ അല്ലാത്തത് എന്ന് നയോക്കി കൺഫ്യൂഷനോട് ചോദിക്കും. അല്ല, നീ ചെറുപ്പത്തില് പെൺകുട്ടികളുടെ ഡ്രസ്സൊക്കെ ധരിച്ചിരുന്നല്ലോ എന്ന് പറഞ്ഞിട്ട് അവളുടെ അടുത്തുള്ള അവന്റെ ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുക്കും. അഭിമാനിയായ നയോക്കിയുടെ എല്ലാ അഭിമാനവും അവിടെ തീരും. നയോക്കി അവനോട് തന്നെ പറയും, ഇവളിത് വെച്ചിട്ട് എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ പോവുകയാണോ എന്ന്. അതിനുള്ള മറുപടി എന്ന പോലെ കൊത്തോക്ക് അവനോട് പറയും, ഞാനത് തിരിച്ചു തരാമല്ലോ, പക്ഷെ ഒറ്റ കണ്ടീഷൻ, എന്റെ പഠനത്തില് ഒരാഴ്ച എന്നെ സഹായിക്കണം. അത് കേട്ട ഉടനെ തന്നെ നയോക്കിക്ക് വല്ല സുനാമിയിൽപ്പെട്ട അവസ്ഥയായിരിക്കും. നടക്കുന്ന വല്ല കാര്യവും പറയും. ഒരാഴ്ച കഴിഞ്ഞാല് നമ്മളുടെ സെം എക്സാം ആണ്. ക്ലാസ് എഫിൽ പഠിക്കുന്ന നിന്നെ കൊണ്ട്
എങ്ങനെ അതിന് കഴിയുമെന്ന് നയോക്കി ചോദിക്കും. കൊത്തോക്ക പറയും, അതിനാണല്ലോ ഞാൻ നിന്നോട് പറയുന്നത്. എന്നെ കൊണ്ട് കഴിയില്ല, ആരെ കൊണ്ട് കഴിയില്ല, പക്ഷെ നിനക്ക് പറ്റും. വേറെ മാർഗമൊന്നുമില്ലാതെ നയോക്കി സമ്മതിക്കും. ഞാൻ പഠിപ്പിക്കാം, പക്ഷെ ഭയങ്കര സ്ട്രിക്റ്റ് ആയ രീതിയിലായിരിക്കും ഞാൻ പഠിപ്പിക്കുന്നുണ്ടാവുക. പറ്റുമെങ്കിൽ മാത്രം എന്റെ കൂടെ കൂടിയാൽ മതിയെന്ന്. കൊത്തോക്ക ഓക്കെ എന്ന് പറയും. നയോക്കി അവിടെ നിന്ന് 2 പടി നടന്നിട്ടുണ്ടാവില്ല. അവളുടെ ഫ്രണ്ട്സുകൾ അവളെ ഒന്നാകെ പൊതിയും. എന്താ നയോക്കി നിന്നെ ചെയ്തത്? എന്താ അവൻ നിന്റെ ബാഗിലിട്ടത്? നിന്നെ അവന് ബ്ലാക്ക്മെയിൽ ചെയ്തു. ആരാരെ ബ്ലാക്ക്മെയിൽ ചെയ്തേക്കണെന്ന് നമുക്ക് മാത്രമല്ലേ അറിയൂ. അന്ന് രാത്രി ഡിന്നർ കഴിക്കുന്ന സമയത്ത് മിസ്സിസ് സിരി പ്ലാൻ ചെയ്ത സ്നാക്സ് ഒക്കെ നീ പഠിക്കുന്ന സമയത്ത് എത്തിക്കാമെന്ന് ഇങ്ങനെ കൊത്തോക്കയോട് പറയുകയായിരിക്കും. ഉടനെ തന്നെ നയോക്കി അമ്മയോട് പറയും, നിങ്ങൾ സ്നാക്ക് ഉണ്ടാക്കുമ്പോൾ 2 പേർക്കുള്ളത് തയ്യാറാക്കിക്കോളൂ എന്ന്. ഞെട്ടലോടക്കെ അമ്മ ചോദിക്കും, ഞാനും അവളും കൂടെയാണ് പഠിക്കാൻ പോകുന്നത് എന്ന് പറയും. എന്നിട്ട് കൊത്തോക്കയോട് ഉടനെ തന്നെ മുകളിലേക്ക് കയറി വരാൻ പറയും. ഇത് കേട്ട ഉടനെ തന്നെ എല്ലാവരും ഷോക്കാവും. അങ്ങനെ ടീച്ചറും സ്റ്റുഡന്റും കൂടെ കഠിനമായിട്ടിരുന്ന് പരിശ്രമിക്കുന്നുണ്ടാകും. സ്റ്റുഡന്റിനോട് എന്ത് ചോദിച്ചാലും അവൾക്ക് ഒന്നുപോലും അറിയുന്നുണ്ടാവില്ല. ടീച്ചർക്ക് ദേഷ്യം പിടിക്കും. അവന് തുടക്കം മുതൽ അവളെ പഠിപ്പിക്കേണ്ട അവസ്ഥയായിരിക്കും. അവൾക്കായി പ്രത്യേകതരം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അവന് തയ്യാറാക്കിക്കൊണ്ടേയിരിക്കും. ഓരോന്നോരോന്ന് അവളെ കൊണ്ട് ചെയ്യിപ്പിച്ചുകൊണ്ടേയിരിക്കും. ക്ലാസ്സിലെ ഫ്രീ പീരീഡുകളിലും ലൈബ്രറി ടൈമിലുമെല്ലാം കൊത്തോക്കോ ഒരു സമയം പോലും പാഴാക്കാതെ അവൻ കൊടുത്ത ബുക്സും നോട്ട്സും എല്ലാം ഇരുന്ന് ചെയ്യാൻ തുടങ്ങും. വീട്ടിലാവുമ്പോൾ നയോക്കി ഒപ്പം ഇരുന്ന് അവളെ സൂപ്പർവൈസ് ചെയ്യും. അവരുടെ സെം എക്സാമിന് ഒരു ദിവസം കൂടെ ബാക്കിയുള്ളൂ. തലേന്ന് നയോക്കി അവൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കൊടുക്കും. അവര് പറഞ്ഞതനുസരിച്ച് എല്ലാം ചെയ്തു തീർക്കും. അവസാനം എന്റെതെല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ നയോക്കി അവളുടെ തൊട്ടടുത്തിരുന്ന് ഉറങ്ങിയിട്ടുണ്ടാവും. ഇത് കണ്ട് കൊത്തോക്കോ അവന്റെ മുഖത്തേക്ക് നോക്കി അങ്ങനെ ഇരിക്കും. കുറച്ചു കഴിയുമ്പോൾ മിസ്സിസ് സിരി അവരുടെ റൂമിലേക്ക് കയറി വരും. അവർ രണ്ടുപേരും കിടന്നുറങ്ങുന്നത് കണ്ട് അത്ഭുതത്തോടെ സന്തോഷത്തോടെ ആയിരിക്കും മിസ്സിസ് സിരി നോക്കുന്നുണ്ടാവുക. ഉടനെ തന്നെ മിസ്സിസ് സിരി അവരുടെ ക്യാമറ എടുക്കാൻ വേണ്ടി പോകും. എന്നിട്ട് അവരറിയാതെ രണ്ടുപേരും ഉറങ്ങുന്ന ആ മൊമെന്റ്സ് ഫോട്ടോ എടുത്ത് വെക്കും. ഉറക്കെല്ലാം കഴിഞ്ഞ് നയോക്കി എഴുന്നേറ്റുകൊണ്ട് കൊത്തോക്കയെ തപ്പും. അവൾ അവിടെ ഒന്നും കാണാനുണ്ടാവില്ല. അവനെ താഴേക്ക് ഇറങ്ങി വന്ന് നോക്കുമ്പോൾ കൊത്തോക്കോ മാത്രമായിരിക്കും കിച്ചണിലുണ്ടാവുക. അവള് എഴുന്നേറ്റ ഉടനെ തന്നെ അവൾക്കുള്ള കാപ്പി ഉണ്ടാക്കുകയായിരിക്കും. നയോക്കിയെ കണ്ട ഉടനെ തന്നെ കൊത്തോക്കോ ചോദിക്കും, കാപ്പി വേണോ എന്ന്. അവനക്കും അവൾക്കുമുള്ള കാപ്പി എടുത്തിട്ട് ആ കൊച്ചു ടേബിളിലേക്ക് വന്നിരിക്കും. കോഫി ലവറായ നയോക്കിക്ക് കൊത്തോക്ക ഉണ്ടാക്കിയ ആ കോഫി വല്ലാതെ അങ്ങ് ഇഷ്ടമായിട്ടുണ്ടാകും. രണ്ടുപേരും എക്സാമിന് പോകുന്നതിന് മുമ്പ് മിസ്സിസ് സിരി ഒരു ലെറ്റർ അവളുടെ കയ്യിൽ കൊടുക്കും. ഇത് നിന്റെ ഗുഡ് ലക്ക് ലെറ്റർ ആണ്. റിസൾട്ട് വന്നതിന് ശേഷം മാത്രമേ നീ ഇത് തുറന്നു നോക്കാൻ പാടുള്ളൂ എന്ന് പറയും. ഓക്കെ എന്ന് കൊത്തോക്കയും പറയും. സ്കൂളിലെത്തിയിട്ട് കൊത്തോക്കോ എല്ലാ ഭാഗവും ഒന്നും കൂടെ റീഡ് ചെയ്ത് നോക്കും. അപ്പോഴായിരിക്കും നയോക്കി മുകളിൽ നിന്നും ഇറങ്ങി വരുന്നത് കാണുക. അവൻ പറഞ്ഞ റൂൾസ് അവൾക്ക് ഓർമ്മ വരും. സ്കൂളിൽ വെച്ച് രണ്ടുപേരും സംസാരിക്കാൻ പാടില്ല. ഇനി എങ്ങനെ ഞാൻ അവനോട് സംസാരിക്കും? ആദ്യമായിട്ടായിരിക്കും നയോക്കിയുടെ റെസ്പോൺസ് അവൾക്ക് കിട്ടുന്നുണ്ടാവുക. അവൾ അവിടെ കിടന്ന് തുള്ളിച്ചാടും. എക്സാം സ്റ്റാർട്ട് ചെയ്യുകയാണ്. നയോക്കി കൊടുത്ത എക്സാം പേപ്പറിന്റെ അതേ രൂപത്തിലുള്ള എക്സാം ആയിരിക്കും അവർക്ക് നടക്കുന്നുണ്ടാവുക. അവള് സന്തോഷത്തോടെ എല്ലാം ആൻസർ ചെയ്യും. എക്സാം എല്ലാം കഴിഞ്ഞ് വെക്കേഷൻ തുടങ്ങാൻ പോവുകയാണ്. കൊത്തോക്കയുടെ ഫ്രണ്ട്സുകളും കിൻസാനും കൂടെ അവളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പുറത്തുനിന്ന് കഴിക്കാമെന്ന് പറഞ്ഞ് വലിച്ചു കൊണ്ടുപോകും. അവളും എക്സാം എഴുതി സന്തോഷത്തിൽ തുള്ളിച്ചാടി അവരുടെ കൂടെ പോകും. നയോക്കി ഇതും കണ്ടുകൊണ്ടായിരിക്കും അവന്റെ കൂട്ടുകാരന്റെ ഒപ്പം താഴേക്ക് ഇറങ്ങി വരുന്നുണ്ടാവുക. അവന്റെ ഫ്രണ്ട് നയോക്കിയോട് പറയും, ഞങ്ങളെല്ലാവരും കൂടെ ഒരു പാർട്ടി സംഘടിപ്പിക്കുന്നുണ്ട്, നീ വരുന്നോ എന്ന്. നിന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല, നീ സാധാരണ ഇങ്ങനത്തെ ഒന്നിനും കൂടാറില്ലല്ലോ എന്ന്. കൊത്തോക്ക പോകുന്നത് കണ്ട് അവനും അങ്ങനത്തെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്താലോ എന്ന് ചിന്തിച്ചിട്ട് നയോക്കി പറയും, ഞാനും വരുന്നുണ്ട്, ഇടയ്ക്ക് ഇതൊക്കെ ഒന്ന് എങ്ങനെയുണ്ടെന്ന് അറിയാമല്ലോ എന്ന്. അത് കേട്ട സന്തോഷത്തില് അവന്റെ ഫ്രണ്ട് അവനെ വലിച്ചു കൊണ്ടുപോകും. അങ്ങനെ റിസൾട്ടിന്റെ ടൈമായി. കൊത്തോക്കയും നയോക്കിയും ഒരുപോലെ അവരുടെ റിസൾട്ട് വന്നു നോക്കും. പക്ഷെ നയോക്കി ചെക്ക് ചെയ്തിട്ടുണ്ടാവുക കൊത്തോക്കയുടെ റിസൾട്ട് ആയിരിക്കും. കൊത്തോക്ക നോക്കിയിട്ടുണ്ടാവുക നയോക്കിയുടെ റിസൾട്ട് ആയിരിക്കും. കൊത്തോക്കക്ക് അതൊരു ശീലമായി മാറി. ഇന്നും 1ാം സ്ഥാനത്ത് തന്നെ എന്ന് സന്തോഷത്തോടെ മനസ്സിൽ പറയും. നയോക്കി ആണെങ്കിലോ കൊത്തോക്കയുടെ റിസൾട്ട് നോക്കിയിട്ട് ചിരിച്ചുകൊണ്ട് റിസൾട്ട് ബോക്സിന്റെ പുറകെ വന്നു നിൽക്കും. കൊത്തോക്ക നയോക്കയെ കണ്ട ഉടനെ തന്നെ കൺഗ്രാജുലേഷൻസ് എന്ന് പറയും. അവനും അതുപോലെ പറയും, എനിക്കെന്തിനാ കൺഗ്രാജുലേഷൻസ്? പിന്നെ ആയിരിക്കും അവൾക്ക് അവളുടെ റിസൾട്ടും നോക്കണമല്ലോ എന്നുള്ള ഓർമ്മയുണ്ടാവുക. അവൾ ഓടി ചെന്നുകൊണ്ട് ലാസ്റ്റ് പേര് ആരുതാണെന്ന് നോക്കും. കാരണം ആ ബോക്സിൽ 1 to 100 വരെയുള്ള റിസൾട്ട് മാത്രമായിരിക്കും കാണിച്ചിട്ടുണ്ടാവുക. അവളുടെ ഭാഗ്യത്തിന് അവൾ ഉദ്ദേശിച്ച പോലെ 100ാം സ്ഥാനത്ത് വന്നു വീണു. അവളുടെ സന്തോഷം മാർക്ക് കിട്ടിയതിലായിരിക്കില്ല, കൊത്തോക്കയുടെ നയോക്കിയുടെയും പേര് ഒരേ ബോർഡിൽ വന്നല്ലോ എന്നതായിരിക്കും. അതിന്റെ സന്തോഷത്തില് നയോക്കിയുടെ അടുത്തേക്ക് ഓടി വന്നുകൊണ്ട്, ഞാൻ നേടിയെടുത്തു നയോക്കി എന്ന് പറയും. നയോക്കി ഉടനെ തന്നെ കൈ നീട്ടും. അവള് അവന്റെ കൈ പിടിച്ചുകൊണ്ട്, ഓ താങ്ക് യു എന്ന് പറയും. അതല്ല, എന്റെ ഫോട്ടോ തിരിച്ചതാ എന്ന് പറയും. ഓ അത് ഞാൻ മറന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൾ വേഗം അവന്റെ ഫോട്ടോ എടുത്ത് തിരിച്ചു കൊടുക്കും.
അന്ന് വരെ കൊത്തോക്കയ്ക്ക് നയോക്കിയുടെ പിറകെ നടന്നതിന്റെ ചീത്ത പേര് മാത്രമായിരിക്കും ഉണ്ടാവുക. ആ റിസൾട്ട് വന്നതോടെ അവളെ എല്ലാവരും അത്ഭുതത്തോടെ ആയിരിക്കും നോക്കുന്നുണ്ടാവുക. ക്ലാസ് എഫിൽ പഠിക്കുന്ന ഒരു കുട്ടി 100ാം സ്ഥാനത്ത് എത്തി എന്നുള്ള രീതിയിൽ കിൻചാന് അവളുടെ ഒപ്പം നടക്കണമെന്നുണ്ട്. പക്ഷെ അവൻ എല്ലാ സബ്ജക്റ്റിലും ഫെയിൽ ആയിട്ടുണ്ടാകും. അവളുടെ ഈ പെരുമാറ്റത്തിനും സന്തോഷത്തിനുമെല്ലാം കാരണം എന്താണെന്ന് അറിയാൻ വേണ്ടി ക്ലാസ് കഴിഞ്ഞ ഉടനെ അവളുടെ പിറകെ പോകും കിൻചാനും അവന്റെ കൂട്ടുകാരും കൂടെ. അവള് വലിയ വീട്ടിൽ കയറി ചെല്ലുന്നത് കാണുമ്പോൾ അവരെല്ലാവരും ഒന്ന് ഷോക്കാവും. അതിന്റെ മുമ്പിൽ ഇരി ഫാമിലി എന്ന് കാണുമ്പോൾ നായകയുടെ വീടാണോ എന്ന് അവൻ ആദ്യം ഒന്ന് സംശയിക്കും. പിന്നെ ആലോചിക്കും, അങ്ങനെ എത്ര പേരുണ്ട് ഇവിടെ, അതായിരിക്കാൻ ഒരു ചാൻസും ഇല്ല എന്ന്. പെട്ടെന്നായിരിക്കും നയോക്കിയുടെ എൻട്രി. അവർ വേഗം മറ്റൊരു വീടിന്റെ മതിലിനുള്ളിലേക്ക് ഒളിച്ചു നിൽക്കും. നയോക്കിയും കൊത്തോക്ക് പോയ വീട്ടിനകത്തേക്ക് കയറി പോകുന്നത് കാണുമ്പോൾ കിൻചാന്റെ ഹൃദയം തകരും. പിറ്റേ ദിവസം കിൻചാന് ക്ലാസ്സിൽ എത്തിയ ഉടനെ തന്നെ കൊത്തോക്കയോട് ചോദിക്കും, നീ നയോക്കിയുടെ വീട്ടിലാണോ താമസിക്കുന്നത് എന്ന്. അവള് അല്ല എന്ന് ഉറപ്പിച്ചു പറയും. അതിനിടയ്ക്ക് അവളുടെ ബാഗിലുള്ള ബുക്കുകളും സാധനങ്ങളെല്ലാം താഴെ വീഴും. ഇത് അവളുടെ ഫ്രണ്ട്സുകൾ പെറുക്കി വെക്കുന്നതിനിടയ്ക്ക് മിസ്സിസ് സിരി കൊടുത്ത ലെറ്റർ സത്തോമിയുടെ കയ്യിലെത്തും. അവളത് തുറന്നു നോക്കുമ്പോൾ രണ്ടുപേരും കിടന്നുറങ്ങുന്ന ഫോട്ടോ ആയിരിക്കും. ഇത് കാണുന്നതോടൊക്കെ ആ ക്ലാസ്സിലുള്ള എല്ലാവരും ഷോക്കാവും. അവള് നടന്ന കാര്യം തുറന്നു പറയും. എന്റെ അച്ഛന്റെ ഫ്രണ്ട്സാണ് നയോക്കിയുടെ അച്ഛന്, അതുകൊണ്ട് തൽക്കാലം ഞങ്ങൾ അവിടെ താമസിക്കുന്നതാണ്. നിങ്ങൾ കരുതുന്നതുപോലെ ഒന്നുമില്ല. ദയവ് ചെയ്ത് എനിക്ക് വേണ്ടി നിങ്ങൾ ആരും ഇത് പറയരുതെന്ന് പറയും. അവരെല്ലാവരും അവൾക്ക് പ്രോമിസ് ചെയ്യും, ഞങ്ങൾ ഇത് ആരോടും പറയില്ല എന്ന്. പക്ഷേ അടുത്ത ദിവസം മറ്റൊന്നായിരിക്കും സംഭവിക്കുന്നുണ്ടാവുക. കൊത്തോവയുടെ ക്ലാസ്സിലേക്ക് നയോക്കി ദേഷ്യത്തോടെ വന്നിട്ട് അവളുടെ കൈയെ പിടിച്ചുകൊണ്ട് താഴേക്ക് കൊണ്ടുവരും. നോട്ടീസ് ബോർഡിലെ ആ ഫോട്ടോ നിറഞ്ഞു നിൽക്കുന്നുണ്ടാകും. പോരാത്തതിന് അവളുടെ ബെസ്റ്റീസ് അവര് പ്രണയത്തിലാണെന്നും പറഞ്ഞുകൊണ്ട് ഈ ഫോട്ടോയുള്ള നോട്ടീസ് എല്ലാ കുട്ടികൾക്കും ഷെയർ ചെയ്യുന്നുണ്ടാകും. അവൻ കൊത്തോക്കയോട് ഒച്ചയിടും, നിന്റെ ഫ്രണ്ട്സുകൾക്ക് എന്താ ഭ്രാന്താണെന്ന് പറഞ്ഞിട്ട്. ഇത് കൊത്തോക്കയെ വല്ലാതെ അങ്ങ് വിഷമിപ്പിക്കും. എല്ലാം ശാന്തമായതിനു ശേഷം കൊത്തോക്കോ തല താഴ്ത്തിക്കൊണ്ട് നയോക്കിയോട് ക്ഷമ ചോദിച്ചുകൊണ്ട് നിൽക്കും. നയോക്കി അവളുടെ മുഖത്തേക്ക് നോക്കാതെ പറയും, നീ എനിക്ക് കത്ത് തന്ന സമയം മുതൽ ഇങ്ങനത്തെ റൂമറൊന്നും നിനക്ക് വിഷയമല്ലായിരിക്കാം, പക്ഷേ എനിക്കത് വലിയ വിഷയമാണ്. മേലാനെങ്ങാനും എന്റെ പേരിൽ വല്ല പ്രശ്നവും നീ ഉണ്ടാക്കിയാൽ എന്ന് പറഞ്ഞുകൊണ്ട് അവനെ മുകളിലേക്ക് കയറിപ്പോകും. ഇത് കേട്ട കൊത്തോക്കോ അറിയാതെ കണ്ണുനീര് പൊഴിക്കും. അവൾ അത്ഭുതത്തോടെ അവളോട് തന്നെ പറയും, ഞാൻ എന്തിനാ ഇപ്പോ കരയുന്നത് എന്ന്. ഇവിടെ നമ്മുടെ ഈ എപ്പിസോഡ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ കൂടുതൽ എക്സൈറ്റഡ് ആയിട്ടുള്ള കൊത്തോക്കോ നയോക്കി കഥകളും കിൻചാൻ നയോക്കി പ്രശ്നങ്ങളും കാണാൻ കിടക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് 3ാമത്തെ എപ്പിസോഡിൽ കാണാം. ബൈ.